ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ PSC ഫാക്ട്സ്. ഇന്ന് നമ്മൾ കേരള PSCയിലെ ഒഴിച്ചുകൂടാനാവാത്ത ഒരു ഭാഗമായ കറണ്ട് അഫേഴ്സിൽ ഓരോ മാസത്തെയും കറണ്ട് അഫേഴ്സ് 2024, 23, 22 തുടർന്ന് വരുന്ന LDC, LGSന് വേണ്ടി ആവശ്യമായിട്ടുള്ള ഈ 3 വർഷത്തെയും കറണ്ട് അഫേഴ്സ് നമ്മൾ കൃത്യമായിട്ട് ഓരോ മാസത്തിലെയും പഠിക്കുന്ന ഒരു സെഷനാണ് തുടങ്ങുന്നത്. ഇത് ഞാൻ പഠിക്കുന്ന രീതി നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുക മാത്രമാണ് ചെയ്യുന്നത്. സോ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ നിയമസഭാ മണ്ഡലം തളിപ്പറമ്പാണ്. കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പാണ് ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ നിയമസഭാ മണ്ഡലം. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ മുനിസിപ്പാലിറ്റി കൊട്ടാരക്കരയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ മുനിസിപ്പാലിറ്റി കൊട്ടാരക്കര. അടുത്ത ചോദ്യം, 2024 ഫെബ്രുവരിയിൽ കേരള സാങ്കേതിക സർവകലാശാലയുടെ ഓംബുഡ്സ്മാനായി ചുമതലയേറ്റത് ഡോക്ടർ ധർമ്മരാജ് അഡാട്ടാണ്. 2024 ഫെബ്രുവരിയിൽ കേരള സാങ്കേതിക സർവകലാശാലയിലെ ഓംബുഡ്സ്മാനായിട്ട് നിയമിതനായത് ഡോക്ടർ ധർമ്മരാജ് അഡാട്ട്. വിദ്യാർത്ഥികളുടെ പരാതി പരിഹരിക്കുന്നതിന് ഓംബുഡ്സ്മാനെ നിയമിച്ച കേരളത്തിലെ ആദ്യത്തെ സർവകലാശാലയാണ് കേരള സാങ്കേതിക സർവകലാശാല. കേരളത്തിൽ ആദ്യമായിട്ട് ആർത്തവ അവധി പ്രഖ്യാപിച്ച സർവകലാശാല കൊച്ചിൻ ശാസ്ത്ര സാങ്കേതിക സർവകലാശാല, അതായത് കുസാറ്റാണ്. കേരളത്തിൽ ആദ്യമായിട്ട് രക്തദാനത്തിന് അവധിയും അറ്റൻഡൻസും പ്രഖ്യാപിച്ച സർവകലാശാല കേരള സർവകലാശാലയാണ്. അപ്പോൾ വിദ്യാർത്ഥികളുടെ പരാതി പരിഹരിക്കുന്നതിന് ഓംബുഡ്സ്മാനെ നിയമിച്ച കേരളത്തിലെ ആദ്യത്തെ സർവകലാശാല കേരള സാങ്കേതിക സർവകലാശാലയാണ്. കേരളത്തിൽ ആദ്യമായിട്ട് ആർത്തവ അവധി പ്രഖ്യാപിച്ച സർവകലാശാല കൊച്ചിൻ ശാസ്ത്ര സാങ്കേതിക സർവകലാശാല അല്ലെങ്കിൽ കുസാറ്റാണ്. കേരളത്തിൽ ആദ്യമായിട്ട് രക്തദാനത്തിന് അവധിയും അറ്റൻഡൻസും പ്രഖ്യാപിച്ച സർവകലാശാല കേരള സർവകലാശാലയാണ്. മനസ്സിലായല്ലോ. നമുക്ക് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. കേരളത്തിലെ ആദ്യത്തെ ക്യാമ്പസ് ഇൻഡസ്ട്രിയൽ പാർക്ക് നിലവിൽ വന്നത് എവിടെയാണ്? കേരളത്തിലെ ആദ്യത്തെ ക്യാമ്പസ് ഇൻഡസ്ട്രിയൽ പാർക്ക് നിലവിൽ വന്നത് കൊട്ടാരക്കരയിലാണ്. കൊട്ടാരക്കര IHRDയുടെ എൻജിനീയറിംഗ് കോളേജിലാണ് ഈ ആദ്യമായിട്ടുള്ള ക്യാമ്പസ് ഇൻഡസ്ട്രിയൽ പാർക്ക് നിലവിൽ വന്നത്. കേരളത്തിലെ ആദ്യത്തെ സർക്കാരിതര ക്യാമ്പസ് ഇൻഡസ്ട്രിയൽ പാർക്ക് ആരംഭിച്ചത് മൂവാറ്റുപുഴയിലെ ഇലാഹിയ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിലാണ്. കേരളത്തിൽ ആദ്യമായിട്ട് സർക്കാർ ഇതര ക്യാമ്പസ് ഇൻഡസ്ട്രിയൽ പാർക്ക് ആരംഭിച്ചത് മൂവാറ്റുപുഴ ഇലാഹിയ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയാണ്. നമുക്ക് നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. താഴെ തന്നിരിക്കുന്ന ഏത് സർവകലാശാലയുടെ ആസ്ഥാന മന്ദിരത്തിനാണ് ഡോക്ടർ BR അംബേദ്കറുടെ പേര് നൽകിയിരിക്കുന്നത്? ഡോക്ടർ BR അംബേദ്കറുടെ പേര് നൽകിയിരിക്കുന്ന സർവകലാശാലയുടെ ആസ്ഥാന മന്ദിരം കാസർഗോഡ് കേന്ദ്ര സർവകലാശാലയുടേതാണ്. കാസർഗോഡ് കേന്ദ്ര സർവകലാശാല. അടുത്തത് അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, കുട്ടികളുടെ നിർജ്ജലീകരണവും ക്ഷീണവും ഒഴിവാക്കുന്നതിന് വിദ്യാഭ്യാസ വകുപ്പ് സ്കൂളുകളിൽ ആവിഷ്കരിച്ച സംവിധാനമാണ് വാട്ടർ ബെൽ. കുട്ടികളുടെ നിർജ്ജലീകരണവും ക്ഷീണവും ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് വിദ്യാഭ്യാസ വകുപ്പ് സ്കൂളുകളിൽ ആവിഷ്കരിച്ച സംവിധാനത്തിൻ്റെ പേരാണ് വാട്ടർ ബെൽ. അടുത്ത ആറാമത്തെ ചോദ്യം, ഇന്ത്യയുടെ ഗഗൻയാൻ ദൗത്യത്തിനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട മലയാളി. ഇന്ത്യയുടെ ഗഗൻയാൻ ദൗത്യത്തിനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട മലയാളിയാണ് പ്രശാന്ത് ബാലകൃഷ്ണൻ. പ്രശാന്ത് ബാലകൃഷ്ണൻ. ഗഗൻയാൻ ദൗത്യത്തിനായിട്ട് 4 പേരെയാണ് തിരഞ്ഞെടുത്തിട്ടുള്ളത്. മലയാളിയായ പ്രശാന്ത് ബാലകൃഷ്ണൻ നായർക്ക് പുറമെ അജിത് കൃഷ്ണൻ, അങ്കദ് പ്രതാപ്, ശുഭാൻഷു ശുക്ല എന്നിവരാണ് മറ്റു 3 പേർ. അപ്പോൾ 4 പേരാണ് ഗഗൻയാൻ ദൗത്യത്തിന് വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. ആരൊക്കെയാണെന്ന് നോക്കാം. പ്രശാന്ത് ബാലകൃഷ്ണൻ, അജിത് കൃഷ്ണൻ, അങ്കദ് പ്രതാപ്, ശുഭാൻഷു ശുക്ല. ഈ 4 പേരാണ് ഗഗൻയാൻ ദൗത്യത്തിനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തികൾ. ബഹിരാകാശത്ത് മനുഷ്യനെ എത്തിച്ച് സുരക്ഷിതമായി തിരികെ എത്തിക്കുന്നതിനുള്ള ISROയുടെ ദൗത്യമാണ് ഗഗൻയാൻ. ഈ ദൗത്യം 2025 സാധ്യമാക്കുന്നതിനുള്ള തയ്യാറെടുപ്പിലാണ് ISRO.
അപ്പോൾ ഈ ദൗത്യം ഗഗൻയാൻ എന്ന് പറയുന്ന ISROയുടെ ദൗത്യം എന്തിനു വേണ്ടിയിട്ടുള്ളതാണെന്ന് ചോദിച്ചാൽ ബഹിരാകാശത്ത് മനുഷ്യനെ എത്തിച്ചിട്ട് സുരക്ഷിതമായിട്ട് തിരികെ എത്തിക്കുന്നതിനുള്ള ദൗത്യമാണ് ഗഗൻയാൻ എന്ന് പറയുന്നത്. അടുത്ത നമുക്ക് 7ാമത്തെ ചോദ്യം നോക്കാം. കേരള ബാങ്കിൻ്റെ പുതിയ CEO ആയി 2024 ഫെബ്രുവരിയിൽ നിയമിതനായത് ആരാണ്? കേരള ബാങ്കിൻ്റെ പുതിയ CEO ആയിട്ട് 2024 ഫെബ്രുവരിയിൽ നിയമിതനായത് ആരാണ്? ജോർട്ടി എം ചാക്കോ ആണ്. ജോർട്ടി എം ചാക്കോ. അടുത്ത ചോദ്യം നോക്കാം നമുക്ക്. 8ാമത്തെ ചോദ്യം. 16ാമത് ധനകാര്യ കമ്മീഷൻ അംഗമായി നിയമിതനായ മലയാളി. 16ാമത് ധനകാര്യ കമ്മീഷൻ അംഗമായി നിയമിതനായ മലയാളി ആനി ജോർജ് മാത്യു ആണ്. ആനി ജോർജ് മാത്യു. 16ാമത് ധനകാര്യ കമ്മീഷൻ്റെ അധ്യക്ഷൻ ആരാണ്? അരവിന്ദ് പനഗരിയാണ്. 16ാമത് ധനകാര്യ കമ്മീഷൻ, അതായത് ഇപ്പം നിലവിലുള്ള ധനകാര്യ കമ്മീഷൻ്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത് അരവിന്ദ് പനഗരിയാണ്. ആ ധനകാര്യ കമ്മീഷനിലേക്ക് അംഗമായി നിയമിതയായ മലയാളിയാണ് ആനി ജോർജ് മാത്യു. അടുത്ത 9ാമത്തെ ചോദ്യം. വയനാട്ടിലെ ബാണാസുര സാഗർ അണക്കെട്ടിനടുത്ത് നിന്ന് ഗവേഷകർ പുതുതായി കണ്ടെത്തിയ ഫംഗസ് ഇനം. വയനാട്ടിലെ ബാണാസുര സാഗർ ഡാം അണക്കെട്ടിൻ്റെ അടുത്ത് നിന്ന് ഗവേഷകർ പുതുതായി കണ്ടെത്തിയ ഫംഗസ് ഇനമാണ് ഗോംബസ് സമൂരിനോറം. ഗോംബസ് സാമൂരിനോറം. കോഴിക്കോട് സാമൂതിരീസ് ഗുരുവായൂരപ്പൻ കോളേജിലെ ഗവേഷകരാണ് പുതിയ ഇനം ഫംഗസിനെ കണ്ടെത്തിയത്. കോഴിക്കോട് സാമൂതിരീസ് ഗുരുവായൂരപ്പൻ കോളേജിലെ ഗവേഷകരാണ് പുതിയ ഫംഗസിനെ കണ്ടെത്തിയത്. അതുകൊണ്ടാണ് പേര് എങ്ങനെയാണ്? ഗോംബസ് സാമൂരിനോറം. സാമൂരിനോറം. അടുത്ത 10ാമത്തെ ചോദ്യം നോക്കാം. APJ അബ്ദുൽ കലാമിൻ്റെ നേതൃത്വത്തിൽ ആരംഭിച്ച സർസദ് ഫൗണ്ടേഷൻ പാർലമെൻ്റ് അംഗങ്ങളുടെ പ്രവർത്തന മികവിന് നൽകുന്ന സൻസദ് മഹാരത്ന പുരസ്കാരം 2024 ലഭിച്ചത് NK പ്രേമചന്ദ്രനാണ്. സൻസദ് മഹാരത്ന പുരസ്കാരം ലഭിച്ചത് NK പ്രേമചന്ദ്രൻ. 5 വർഷത്തിലൊരിക്കലാണ് ഈ പുരസ്കാരം നൽകുന്നത്. 5 വർഷത്തിലൊരിക്കലാണ് APJ അബ്ദുൽ കലാമിൻ്റെ നേതൃത്വത്തിൽ ആരംഭിച്ച സൻസദ് ഫൗണ്ടേഷൻ്റെ പാർലമെൻറ്റ് അംഗങ്ങൾക്ക് നൽകുന്ന, അവരുടെ പ്രവർത്തന മികവിന് നൽകുന്ന പുരസ്കാരമാണ് സൻസദ് മഹാരത്ന പുരസ്കാരം. ഇത് 2024 ലഭിച്ചത് NK പ്രേമചന്ദ്രനാണ്. 5 വർഷത്തിലൊരിക്കലാണ് ഈ പുരസ്കാരം നൽകുന്നതെന്നും കൂടി മനസ്സിലാക്കിയിരിക്കുക. അടുത്തത് 11ാമത്തെ ചോദ്യം. മികച്ച പാർലമെൻറ്റേറിയനുള്ള 2023 ലോക്മത് പുരസ്കാരത്തിന് അർഹനായ മലയാളി. മികച്ച പാർലമെൻറ്റേറിയനുള്ള 2023 ലോക്മത് പുരസ്കാരത്തിന് അർഹനായ മലയാളി ശശി തരൂരാണ്. ശശി തരൂർ. 2023 മികച്ച നവാഗത പാർലമെൻറ്റേറിയനുള്ള ലോക്മത് പുരസ്കാരം നേടിയ മലയാളി ജോൺ ബ്രിട്ടാസ് ആണ്. 2023 മികച്ച നവാഗത പാർലമെൻറ്റേറിയൻ ബഹുമതി നേടിയത് ആരാണ്? ജോൺ ബ്രിട്ടാസ് ആണ്. മലയാളിയായ ജോൺ ബ്രിട്ടാസ്. ശശി തരൂർ ലോക്സഭാംഗവും ജോൺ ബ്രിട്ടാസ് രാജ്യസഭാംഗവുമാണ്. ശശി തരൂർ ലോക്സഭാംഗവും ജോൺ ബ്രിട്ടാസ് രാജ്യസഭാംഗവുമാണ്. അടുത്തത് 12ാമത്തെ ചോദ്യം നോക്കാം. കേരളത്തിലെ ഏറ്റവും മനോഹരമായ 200 ബീച്ചുകളിൽ ഇടം നേടിയ ലോകത്തിലെ ഏറ്റവും മനോഹരമായ 100 ബീച്ചുകളിൽ ഇടം നേടിയ കേരളത്തിലെ ബീച്ചാണ് പാപനാശം ബീച്ച്. പാപനാശം വർക്കലയിലാണ് പാപനാശം ബീച്ച്. അടുത്ത നമുക്ക് 13ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ലോകത്തിലെ ഏറ്റവും വൃത്തിയുള്ള കടൽ തീരങ്ങൾക്ക് നൽകുന്ന ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കേഷൻ നേടിയ കേരളത്തിലെ ആദ്യ ബീച്ച്. ലോകത്തിലെ ഏറ്റവും വൃത്തിയുള്ള കടൽ തീരങ്ങൾക്ക് ലഭിക്കുന്ന ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കേഷൻ നേടിയ കേരളത്തിലെ ആദ്യത്തെ ബീച്ചാണ് കാപ്പാട് ബീച്ച്. അടുത്ത 14ാമത്തെ ചോദ്യം നോക്കാം. മറവി രോഗബാധിത വയോജനങ്ങൾക്കായി കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ നടപ്പാക്കുന്ന പദ്ധതി. മറവി രോഗബാധിതരായ വയോജനങ്ങൾക്കായിട്ട് കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ നടപ്പാക്കുന്ന പദ്ധതിയാണ് ഓർമ്മത്തോണി.
മറവി രോഗം. അപ്പോൾ തന്നെ നമുക്ക് കണക്ട് ചെയ്യാം. മറവി രോഗ ബാധിതരായിട്ടുള്ള വയോജനങ്ങൾക്കായിട്ടുള്ള കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ്റെ പദ്ധതിയാണ് ഓർമ്മത്തോണി. അടുത്ത 15ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 2024 ഫെബ്രുവരി 5 കേരള ബജറ്റ് അവതരിപ്പിച്ച ധനമന്ത്രി. 2024 ഫെബ്രുവരി 5 കേരള ബജറ്റ് അവതരിപ്പിച്ച ധനമന്ത്രി ആരാണ്? KN ബാലഗോപാലാണ്. KN ബാലഗോപാലാണ്. 2024 ഫെബ്രുവരി 5 നടന്നത് 4ാമത്തെ ബജറ്റ് അവതരണമാണ്. അടുത്ത ക്വസ്റ്റ്യൻ 16ാമത്തെ ക്വസ്റ്റ്യൻ. 2024 കേരള ബജറ്റ് പ്രസംഗത്തിൻ്റെ പുറംചട്ടയിലുള്ള ചിത്രം എന്തായിരുന്നു? 2024 കേരള ബജറ്റ് പ്രസംഗത്തിൻ്റെ പുറംചട്ടയിലുള്ള ചിത്രം എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ ഭരണഘടനയുടെ ആമുഖമായിരുന്നു. അടുത്തത് 17ാമത്തെ ചോദ്യം. 2024 ബജറ്റ് പ്രസംഗത്തിൻ്റെ ഉപസംഹാരത്തിൽ കേരള ധനമന്ത്രി ഏത് കവിയുടെ വരികളാണ് പരാമർശിച്ചത്? 2024 ബജറ്റ് പ്രസംഗത്തിൻ്റെ ഉപസംഹാരത്തിൽ കേരള ധനമന്ത്രി ഏത് കവിയുടെ വരികളാണ് പരാമർശിച്ചത്? വള്ളത്തോളിൻ്റെ വരികളാണ്. വരികൾ കൊടുത്തിട്ടുണ്ട്. ഭാരതമെന്ന പേർ കേട്ടാൽ അഭിമാനപൂരിതമാകണമന്തരംഗം, കേരളമെന്ന് കേട്ടാലോ തിളക്കണം ചോര നമുക്ക് നരമ്പുകളിൽ. ഈ വരികളാണ് 2024 ബജറ്റ് പ്രസംഗത്തിൽ കേരള ധനമന്ത്രി കൂട്ടിച്ചേർത്തത്. അടുത്തത് 18ാമത്തെ ക്വസ്റ്റ്യനാണ്. 2024 ബജറ്റ് പ്രസംഗത്തിൽ കേരളത്തിലെ സമ്പദ്ഘടന എപ്രകാരമുള്ള സമ്പദ്ഘടനയായി മാറുന്നു എന്നാണ് ധനമന്ത്രി അഭിപ്രായപ്പെട്ടത്? 2024 ബജറ്റ് പ്രസംഗത്തിൽ കേരളത്തിലെ സമ്പദ്ഘടന എപ്രകാരമുള്ള സമ്പദ്ഘടനയായി മാറുന്നു എന്നാണ് ധനമന്ത്രി അഭിപ്രായപ്പെട്ടത്? സൂര്യോദയ സമ്പദ്ഘടന. അടുത്തത് 19ാമത്തെ ചോദ്യം. 2024 കേരള ബജറ്റിൽ പട്ടികവർഗ വിഭാഗങ്ങളിലെ വിദ്യാസമ്പന്നർക്കായി പ്രഖ്യാപിക്കപ്പെട്ട പദ്ധതി. 2024 കേരള ബജറ്റിൽ പട്ടികവർഗ വിഭാഗങ്ങളിലെ വിദ്യാസമ്പന്നർക്കായിട്ട് പ്രഖ്യാപിക്കപ്പെട്ട പദ്ധതിയാണ് ഉന്നതി. അടുത്തത് 20ാമത്തെ ചോദ്യമാണ്. 2024 കേരള ബജറ്റിൽ പ്രഖ്യാപിച്ച ന്യൂനപക്ഷ വിഭാഗങ്ങളിലെ കുട്ടികൾക്കുള്ള പ്രീ മെട്രിക് സ്കോളർഷിപ്പ്. 2024 കേരള ബജറ്റിൽ പ്രഖ്യാപിച്ച ന്യൂനപക്ഷ വിഭാഗങ്ങളിലെ കുട്ടികൾക്കുള്ള പ്രീ മെട്രിക് സ്കോളർഷിപ്പിൻ്റെ പേരാണ് മാർഗദീപം. അടുത്തത് 21ാമത്തെ ചോദ്യമാണ്. സംസ്ഥാനത്തെ കുടുംബശ്രീ അംഗങ്ങളുടെ ജീവിത നിലവാരം, വരുമാനം എന്നിവ മെച്ചപ്പെടുത്തുന്നതിനായിട്ട് 2024 കേരള ബജറ്റിൽ പ്രഖ്യാപിച്ച പദ്ധതിയാണ് K-ലിഫ്റ്റ്. സംസ്ഥാനത്തെ കുടുംബശ്രീ അംഗങ്ങളുടെ ജീവിത നിലവാരം, വരുമാനം എന്നിവ മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് 2024 കേരള ബജറ്റിൽ പ്രഖ്യാപിച്ച പദ്ധതിയാണ് K-ലിഫ്റ്റ്. അടുത്ത 22ാമത്തെ ചോദ്യം. 2024 കേരള ബജറ്റിൽ പ്രഖ്യാപിച്ച ആംനസ്റ്റി 2024 പദ്ധതി എന്താണ്? കുടിശ്ശിക തീർപ്പാക്കൽ. ആംനസ്റ്റി എന്ന വാക്കിന് പൊതുമാപ്പ് എന്നാണ് അർത്ഥം. അപ്പോൾ 2024 കേരള ബജറ്റിൽ പ്രഖ്യാപിച്ച ആംനസ്റ്റി 2024 പദ്ധതി കുടിശ്ശിക തീർപ്പാക്കലാണ്. 2024 കേരള ബജറ്റിൽ മുതിർന്ന പൗരന്മാരുടെ ശാരീരിക മാനസിക സുസ്ഥിതി ഉറപ്പാക്കുന്നതിനായിട്ട് പ്രഖ്യാപിക്കപ്പെട്ട ചെലവ് കുറഞ്ഞ വിശ്രമ കേന്ദ്രങ്ങളാണ് റിട്ടയർമെൻറ്റ് ഹോംസ്. 2024 കേരള ബജറ്റിൽ മുതിർന്ന പൗരന്മാരുടെ ശാരീരിക മാനസിക സുസ്ഥിതി ഉറപ്പാക്കുന്നതിനായിട്ട് പ്രഖ്യാപിക്കപ്പെട്ട ചിലവ് കുറഞ്ഞ വിശ്രമ കേന്ദ്രങ്ങളെ അറിയപ്പെടുന്നത് റിട്ടയർമെൻറ്റ് ഹോംസ്. ഇതാണ് റിട്ടയർമെൻറ്റ് ഹോംസ് ആണ്. അടുത്തത് 24ാമത്തെ ചോദ്യം. കേരള ബജറ്റ് 2024 പ്രകാരം കേരളത്തെ നിർമ്മിത ബുദ്ധി കേന്ദ്രമാക്കുന്നതിന് ഏത് കമ്പനിയുടെ സഹായമാണ് കേരള സർക്കാർ സ്വീകരിക്കുന്നത്?
IBMൻ്റേതാണ്. IBMൻ്റെ സഹായമാണ് സ്വീകരിക്കുന്നത്. അടുത്ത 25-ാമത്തെ ചോദ്യം, 2024 ബജറ്റ് പ്രകാരം സംസ്ഥാന വരുമാനത്തിൻ്റെ ഏറ്റവും വലിയ സ്രോതസ്സ് തനത് നികുതിയാണ്. 2024 ബജറ്റ് പ്രകാരം സംസ്ഥാന വരുമാനത്തിൻ്റെ ഏറ്റവും വലിയ സ്രോതസ്സ് എന്ന് പറയുന്നത് തനത് നികുതിയാണ്. അടുത്ത ചോദ്യം, 26-ാമത്തെ ചോദ്യം, 2024 ബജറ്റ് പ്രകാരം സംസ്ഥാന ചെലവിൻ്റെ കൂടുതലും താഴെ തന്നിരിക്കുന്നതിൽ ഏതു മേഖലയിലാണ് ചിലവ് കൂടുതലും പോകുന്നത്? പലിശ, പെൻഷൻ, പൊതുചെലവ് എന്നീ മേഖലയിലാണ്. പലിശ, പെൻഷൻ, പൊതുചെലവ്. അടുത്ത 27-ാമത്തെ ചോദ്യം, തോൽക്കുന്ന യുദ്ധത്തിലെ പടയാളികൾ ആരുടെ ജീവിതകഥയെ ആസ്പദമാക്കി നിർമ്മിക്കുന്ന ചലച്ചിത്രമാണ്? തോൽക്കുന്ന യുദ്ധത്തിലെ പടയാളികൾ ആരുടേതാണ്? സുഗതകുമാരിയുടെ ജീവിതകഥയെ ആസ്പദമാക്കിയിട്ടുള്ള ചലച്ചിത്രമാണ്. MR രാജനാണ് ഈ സിനിമയുടെ സംവിധായകൻ. MR രാജൻ. ടി പത്മനാഭൻ്റെ ജീവിതകഥയെ ആസ്പദമാക്കി നളിനകാന്തി എന്ന സിനിമ സംവിധാനം ചെയ്യുന്നത് സുസ്മേഷ് ചന്ദ്രോത്താണ്. ടി പത്മനാഭൻ്റെ ജീവിതകഥയെ ആസ്പദമാക്കി നളിനകാന്തി എന്ന സിനിമ സംവിധാനം ചെയ്യുന്നത്. അടുത്ത 28-ാമത്തെ ചോദ്യം, 2024 ഫ്രഞ്ച് സർക്കാർ നൽകുന്ന സിവിലിയൻ ബഹുമതി ഷെവലിയാർ പുരസ്കാരം നേടിയ മലയാളിയാണ് പൂയം തിരുനാൾ ഗൗരി പാർവതിഭായ്. പൂയം തിരുനാൾ ഗൗരി പാർവതിഭായിയാണ് 2024 ഫ്രഞ്ച് സർക്കാർ നൽകുന്ന സിവിലിയൻ ബഹുമതിയായിട്ടുള്ള ഷെവലിയാർ പുരസ്കാരം നേടിയത്. 2024 ജനുവരിയിൽ പത്മശ്രീ നേടിയ തിരുവിതാംകൂർ രാജകുടുംബാംഗമായ അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മിഭായിയുടെ സഹോദരിയാണ് പൂയം തിരുനാൾ ഗൗരി പാർവതിഭായി. ഫ്രഞ്ച് സർക്കാർ നൽകി വരുന്ന ഷെവലിയാർ പുരസ്കാരം 1802 ഏർപ്പെടുത്തിയത് നെപ്പോളിയനാണ്. 1802 നെപ്പോളിയൻ ഏർപ്പെടുത്തിയ ബഹുമതിയാണ് എന്ത്? ഷെവലിയാർ പുരസ്കാരം. ഓക്കെ ആയല്ലോ അതുവരെ. അടുത്ത 29-ാമത്തെ ക്വസ്റ്റ്യനാണ്, കടമ്മനിട്ട രാമകൃഷ്ണൻ പുരസ്കാര ജേതാവ്. 2024 കടമ്മനിട്ട രാമകൃഷ്ണൻ പുരസ്കാര ജേതാവ് റഫീഖ് അഹമ്മദാണ്. 2024 കടമ്മനിട്ട രാമകൃഷ്ണൻ പുരസ്കാര ജേതാവ്. 2023 ജേതാവ് പ്രഭാവർമ്മയാണ്. 2023 പ്രഭാവർമ്മ, 2024 റഫീഖ് അഹമ്മദാണ്. അടുത്ത 30-ാമത് ചോദ്യം, 2024 പൂന്താനം പുരസ്കാരം സ്മാരക അവാർഡ് നേടിയത്. 2024 പൂന്താനം സ്മാരക അവാർഡ് നേടിയിരിക്കുന്നത് ശ്രീകുമാരൻ തമ്പിയാണ്. 2024 ഫെബ്രുവരിയിൽ മരണപ്പെട്ട മലയാള കവി NK ദേശത്തിൻ്റെ യഥാർത്ഥ നാമം N. കുട്ടിക്കൃഷ്ണപിള്ള എന്നാണ്. 2024 ഫെബ്രുവരിയിൽ മരണപ്പെട്ട മലയാള കവി NK ദേശത്തിൻ്റെ പേര് K. കുട്ടിക്കൃഷ്ണപിള്ള എന്നാണ്. 1973 പ്രസിദ്ധീകരിച്ച അന്തിമലരിയിലാണ് ആദ്യ കവിതാ സമാഹാരം. അന്തിമലരി. ഉല്ലേഖം, മുദ്ര, കന്യാഹൃദയം, ചൊട്ടയിലെ ശീലം, പവിഴമല്ലി, ടാഗോറിൻ്റെ ഗീതാഞ്ജലി വിവർത്തനം എന്നിവയാണ് പ്രധാന കൃതികൾ. NK ദേശത്തിന് ഓടക്കുഴൽ അവാർഡ്, കേരള സാഹിത്യ അക്കാദമി അവാർഡ് എന്നിവ നേടിക്കൊടുത്ത കൃതിയാണ് മുദ്ര. ടാഗോറിൻ്റെ ഗീതാഞ്ജലി വിവർത്തനത്തിന് അദ്ദേഹത്തിന് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചിട്ടുണ്ട്. ടാഗോറിൻ്റെ ഗീതാഞ്ജലി വിവർത്തനത്തിനാണ് അദ്ദേഹത്തിന് എന്ത് കിട്ടിയത്? കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിക്കുന്നത്. അടുത്ത 32-ാമത്തെ ചോദ്യം, 2024 ഫെബ്രുവരിയിൽ അന്തരിച്ച പത്മഭൂഷൺ രാമചന്ദ്രൻ ഏത് മേഖലയിൽ പ്രശസ്തനായിരുന്നു? 2024 ഫെബ്രുവരിയിൽ അന്തരിച്ച പത്മഭൂഷൺ രാമചന്ദ്രൻ ചിത്രകാരനായിരുന്നു, അല്ലെങ്കിൽ ശില്പിയും ചിത്രകാരനുമായിരുന്ന വ്യക്തിയാണ് രാമചന്ദ്രൻ. അടുത്ത ചോദ്യം 33-ാമത്തെ ചോദ്യം, 2024 ഫെബ്രുവരിയിൽ അന്തരിച്ച
വഴേങ്കട വിജയൻ ഏത് മേഖലയിൽ പ്രശസ്തനാണ്? വഴേങ്കട വിജയൻ കഥകളി ആചാര്യനാണ്. കഥകളി. 2024 ഫെബ്രുവരിയിൽ അന്തരിച്ച വഴേങ്കട വിജയൻ കഥകളിയിൽ പ്രശസ്തനായ വ്യക്തിയാണ്. 34ാമത്തെ ചോദ്യം, അംബേദ്കർ ഇൻ്റർനാഷണൽ ഫൗണ്ടേഷൻ ബാബാ സാഹിബ് സ്റ്റേറ്റ് അവാർഡ് 2024 ഫെബ്രുവരിയിൽ ലഭിച്ചത് ആർക്കാണ്? ചെറുവയൽ രാമനാണ്. അംബേദ്കർ ഇൻ്റർനാഷണൽ ഫൗണ്ടേഷൻ ബാബാ സാഹിബ് സ്റ്റേറ്റ് അവാർഡ് 2024 ഫെബ്രുവരിയിൽ ലഭിച്ചത് ചെറുവയൽ രാമൻ. 2024 കാൻ ഫിലിം ഫെസ്റ്റിവൽ പിയർ ആഞ്ചിനോ ട്രിബ്യൂട്ട് പുരസ്കാരം നേടിയ ആദ്യ ഇന്ത്യക്കാരൻ സന്തോഷ് ശിവനാണ്. 2024 കാൻ ഫിലിം ഫെസ്റ്റിവൽ പിയർ ആഞ്ചിനോ ട്രിബ്യൂട്ട് പുരസ്കാരം നേടുന്ന ആദ്യത്തെ ഇന്ത്യക്കാരൻ സന്തോഷ് ശിവനാണ്. 36ാമത്തെ ചോദ്യം, മികച്ച ജില്ലാ പഞ്ചായത്തിനുള്ള 2022-23 സ്വരാജ് ട്രോഫി പുരസ്കാരം ലഭിച്ചത് തിരുവനന്തപുരം ജില്ലയ്ക്കാണ്. 2022-23 സ്വരാജ് ട്രോഫി പുരസ്കാരം തിരുവനന്തപുരം ജില്ലയ്ക്കാണ്. അടുത്ത 37ാമത്തെ ചോദ്യം, ഏറ്റവും മികച്ച ബ്ലോക്ക് പഞ്ചായത്തിനുള്ള 2022-23 സ്വരാജ് ട്രോഫി പുരസ്കാരം ലഭിച്ചത് 3 ബ്ലോക്ക് പഞ്ചായത്തുകൾക്കാണ്. നീലേശ്വരം, പെരുമ്പടപ്പ്, വൈക്കം. നീലേശ്വരം കാസർഗോഡ് ജില്ലയിലാണ്, പെരുമ്പടപ്പ് മലപ്പുറം ജില്ലയിലാണ്, വൈക്കം കോട്ടയം ജില്ലയിലാണ്. അടുത്ത 38ാമത്തെ ചോദ്യം, ഏറ്റവും മികച്ച ഗ്രാമപഞ്ചായത്തിനുള്ള 2022-23 സ്വരാജ് ട്രോഫി പുരസ്കാരം നേടിയത് വലിയ പറമ്പാണ്. വലിയ പറമ്പ് കാസർഗോഡ് ജില്ലയിലാണ്. ഏറ്റവും മികച്ച ഗ്രാമപഞ്ചായത്തിനുള്ള 2022-23 സ്വരാജ് ട്രോഫി നേടിയത് വലിയ പറമ്പാണ്, കാസർഗോഡ് ജില്ലയിലാണ്. ഏറ്റവും മികച്ച മുനിസിപ്പാലിറ്റിക്കുള്ള 2022-23 സ്വരാജ് ട്രോഫി പുരസ്കാരം ലഭിച്ചത് ഗുരുവായൂരാണ്. തൃശ്ശൂർ ജില്ലയിൽ ഗുരുവായൂർ. അടുത്ത 40ാമത്തെ ചോദ്യം, ഏറ്റവും മികച്ച കോർപ്പറേഷനുള്ള 2022-23 സ്വരാജ് ട്രോഫി പുരസ്കാരം ലഭിച്ചത് തിരുവനന്തപുരം ജില്ലയ്ക്കാണ്. ഏറ്റവും മികച്ച കോർപ്പറേഷനുള്ള 2022-23 സ്വരാജ് ട്രോഫി പുരസ്കാരം ലഭിച്ചത് തിരുവനന്തപുരം ജില്ലയ്ക്കാണ്. 41ാമത്തെ ചോദ്യം, ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെക്കുന്നതിന് നൽകുന്ന മഹാത്മാ പുരസ്കാരം 2022-23 നേടിയ ബ്ലോക്ക് പഞ്ചായത്ത് പെരുങ്കടവിളയാണ്. തിരുവനന്തപുരം ജില്ലയിലെ പെരുങ്കടവിള. മികച്ച ഗ്രാമപഞ്ചായത്തിനുള്ള 2022-23 മഹാത്മാ പുരസ്കാരം വെള്ളറട. തിരുവനന്തപുരം ജില്ലയിലെ വെള്ളറടയാണ്. വെള്ളറട, എടപ്പാൾ മലപ്പുറം ജില്ലയിലെ ഗ്രാമപഞ്ചായത്തുകൾ പങ്കിട്ടു. 42ാമത്തെ ചോദ്യം, നഗരമേഖലയിലെ അയ്യങ്കാളി തൊഴിലുറപ്പ് പദ്ധതിയിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെക്കുന്നതിന് നൽകുന്ന മഹാത്മാ അയ്യങ്കാളി പുരസ്കാരം 2022-23 നേടിയ നഗരസഭ വടക്കാഞ്ചേരിയാണ്. തൃശ്ശൂർ ജില്ലയിലെ വടക്കാഞ്ചേരി. ഏറ്റവും മികച്ച കോർപ്പറേഷനുള്ള മഹാത്മാ അയ്യങ്കാളി പുരസ്കാരം നേടിയത് കൊല്ലം കോർപ്പറേഷനാണ്. കൊല്ലം കോർപ്പറേഷൻ. 43ാമത്തെ ചോദ്യം, 2024 ഫെബ്രുവരി 1 നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ചത് അവരുടെ എത്രാമത്തെ ബജറ്റാണ്? 6ാമത്തെ ബജറ്റാണ് അവതരിപ്പിച്ചത്. പൂർണ്ണ ബജറ്റും ഇടക്കാല ബജറ്റും ഉൾപ്പെടെ ഇതുവരെ 6 ബജറ്റുകളാണ് നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ചിട്ടുള്ളത്. 2024 ബജറ്റ് അവതരണത്തിന് 56 മിനിറ്റ് മാത്രമാണ് വേണ്ടി വന്നത്. 162 മിനിറ്റ് കൊണ്ട് നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ച ബജറ്റാണ് ഇന്ത്യൻ പാർലമെൻറ്റ് ചരിത്രത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ ബജറ്റ്. അടുത്ത 44ാമത്തെ ചോദ്യം, 2024 കേന്ദ്ര ബജറ്റിലൂടെ മുന്നോട്ട് വയ്ക്കുന്ന ലക്ഷ്യമാണ് ഡെവലപ്ഡ് ഇന്ത്യ അറ്റ് 2047. ഡെവലപ്ഡ് ഇന്ത്യ അറ്റ് 2047 എന്നതാണ് 2024 കേന്ദ്ര ബജറ്റ് മുന്നോട്ട് വെക്കുന്ന ലക്ഷ്യം എന്ന് പറയുന്നത്. അടുത്ത 45ാമത്തെ ചോദ്യം നോക്കാം.
2024 കേന്ദ്ര ബജറ്റിൽ ഏറ്റവും കൂടുതൽ തുക മാറ്റിവച്ചിരിക്കുന്നത് ഏത് രംഗത്തിനാണ്? പ്രതിരോധത്തിനാണ്. പ്രതിരോധ രംഗത്തിലാണ് ഏറ്റവും കൂടുതൽ തുക മാറ്റിവച്ചിരിക്കുന്നത്. പ്രതിരോധ രംഗം കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നൽകിയിരിക്കുന്നത് ഉപരിതല ഗതാഗതത്തിനാണ്. ഉപരിതല ഗതാഗതം. അടുത്ത 46-ാമത്തെ ചോദ്യം. 2024 കേന്ദ്ര ബജറ്റിൽ പരാമർശിക്കുന്ന ബ്ലൂ എക്കോണമി 2.0 താഴെ തന്നിരിക്കുന്ന എന്തുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? ബ്ലൂ എക്കോണമി 2.0 കടൽ വിഭവങ്ങളുടെ സംരക്ഷണവും വികസനവുമാണ്. കടൽ വിഭവങ്ങളുടെ സംരക്ഷണവും വികസനവുമാണ്. 47-ാമത്തെ ചോദ്യം. മത്സ്യസമ്പത്തിന്റെ വർധന ലക്ഷ്യം വെച്ച് 2024 കേന്ദ്ര ബജറ്റിൽ പ്രഖ്യാപിച്ചിരിക്കുന്ന പദ്ധതിയാണ് പ്രധാൻമന്ത്രി മത്സ്യസമ്പദ് യോജന. പ്രധാൻമന്ത്രി മത്സ്യസമ്പദ് യോജന. അടുത്ത 48-ാമത്തെ ചോദ്യം. 2024 കേന്ദ്ര ബജറ്റിൽ പ്രതിപാദിക്കുന്ന പ്രധാൻമന്ത്രി ജൻമൻ യോജന താഴെ തന്നിരിക്കുന്ന ഏത് വിഭാഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പ്രധാനമന്ത്രി ജൻമൻ യോജന ഗോത്ര വിഭാഗവുമായി ബന്ധപ്പെട്ടതാണ്. ഗോത്ര വിഭാഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അടുത്ത ചോദ്യം. 2024 ഫെബ്രുവരിയിൽ ഏതു മേഖലയിലാണ് 100% വിദേശ ലക്ഷ്യത്തിന് ഇന്ത്യ അംഗീകാരം നൽകിയത്? ബഹിരാകാശ ഗവേഷണം. 2024 ഫെബ്രുവരിയിൽ 100% വിദേശ നിക്ഷേപത്തിന് ഇന്ത്യ അംഗീകാരം നൽകിയത് ബഹിരാകാശ ഗവേഷണത്തിനാണ്. അടുത്ത 50-ാമത്തെ ചോദ്യം. 2024 ISROയുടെ 2ാമത്തെ ബഹിരാകാശ പോർട്ടിന് പ്രധാനമന്ത്രി തറക്കല്ലിട്ടത് എവിടെയാണ്? കുലശേഖരപട്ടണം, തമിഴ്നാട്. കുലശേഖരപട്ടണം തമിഴ്നാട്ടിലാണ് 2024 ISROയുടെ 2ാമത്തെ ബഹിരാകാശ പോർട്ടിന് പ്രധാനമന്ത്രി തറക്കല്ലിട്ടത്. ISROയുടെ ആദ്യത്തെ ബഹിരാകാശ പോർട്ട് ആന്ധ്രാപ്രദേശിലെ ശ്രീഹരിക്കോട്ടയാണ്. ആദ്യത്തെ ബഹിരാകാശ പോർട്ട് എന്ന് പറയുന്നത് ആന്ധ്രാപ്രദേശിലെ ശ്രീഹരിക്കോട്ടയാണ്. ഇപ്പോൾ പുതുതായിട്ട് തറക്കല്ലിട്ടിരിക്കുന്നത് കുലശേഖരപട്ടണത്തിൽ, തമിഴ്നാട്ടിലെ കുലശേഖരപട്ടണത്തിലാണ്. അപ്പോൾ 50 കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് നമ്മൾ നോക്കി. ബാക്കി ക്വസ്റ്റ്യൻസ് നമ്മൾ അടുത്ത വീഡിയോയിൽ നോക്കുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. ഞാൻ പഠിക്കുന്ന സോഴ്സിൽ നിന്നുള്ള അറിവാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. സോ സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം. താങ്ക് യു.